ഉണ്ടാക്കിയാലോ? അത് ഒരു മിനി ബുക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് A4 ഷീറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലൂ യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ അതിനാദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര A4 ഷീറ്റ് എടുക്കാം. അതിലൊരെണ്ണം ഇതുപോലെ മടക്കിയെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയെടുക്കുന്നത്. അപ്പോൾ മടക്കിയെടുത്ത A4 ഷീറ്റ് മറ്റുള്ള A4 ഷീറ്റിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്കെയിലും കട്ടർ ബ്ലേഡും യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടർ ബ്ലേഡ് ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലൂ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂചി നൂലുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂചി എടുക്കാം. ഇതേ സൂചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ സൂചി പോലെയല്ല, കുറച്ച് നല്ല കട്ടിയുള്ള സൂചിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു മടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നേരെ 2 സൈഡ് അറ്റത്തായിട്ട് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. സൂചി വെച്ചിട്ട് 2 അറ്റത്തായിട്ടും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ സൂചി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പേപ്പറിലേക്കും ഹോള് വീഴും. അപ്പോൾ 2 സൈഡിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ താഴെ വരെ ഹോള് വീണു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ എടുത്തിട്ട് ബാക്കോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ സൂചി ഒന്ന് കയറ്റി കൊടുക്കാം. ഒരു പകുതി വരെ കയറ്റി എടുത്താൽ മതി. എല്ലാത്തിലും ഹോള് വീണു എന്നതിന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ സൂചിയിലേക്ക് നൂല് കയറ്റി കൊടുക്കാം. ഇങ്ങനെ 2 സൈഡിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നൂല് കയറ്റി കൊടുക്കുകയാണ്. നൂല് നമ്മൾ ഒറ്റ നൂലിട്ട് കൊടുത്താൽ പോരാ, ഡബിളാക്കി ഇട്ട് കൊടുക്കണം. നൂല് നമ്മൾ ഡബിളാക്കി എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നമുക്കിത് നല്ല സ്ട്രോങ് ആയിരിക്കണ്ടേ, ബുക്കല്ലേ. അതുകൊണ്ട് നമ്മളിങ്ങനെ രണ്ട് നൂലെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ കവർ പേജ് കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു കട്ടിയുള്ള പേപ്പർ ഇതുപോലെ അതിൻ്റെതായ സൈസിൽ എടുത്തിട്ടുണ്ട്. അതിലും ഇങ്ങനെ സെൻറ്ററിൽ ആ ഒരു 2 സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കിംഗ് പോയിന്റ് നോക്കിയിട്ട് നമുക്ക് ആ സൂചി ആ ഒരു കവർ പേജിൽ കൂടെ കയറ്റിയെടുക്കാം. ഇനി സൂചി ഈ അറ്റത്തുകൂടെ ഇട്ടിട്ട് മറ്റേ അറ്റത്തുകൂടെ എടുക്കാം. ഇങ്ങനെ എടുക്കുക. നമ്മൾ ആദ്യം തന്നെ ആ ഒരു കവർ പേജിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു മാർക്കിംഗ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എവിടെയാണ് സൂചി കയറ്റേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അതിനനുസരിച്ചിട്ട് സൂചി കയറ്റിയെടുക്കാം. എന്നിട്ട് സെൻട്രലായിട്ട് കെട്ടിട്ട് കൊടുക്കുക. സൂചി നൂല് യൂസ് ചെയ്തിട്ട് കെട്ടിടുമ്പോൾ നല്ല പോലെ ടൈറ്റാക്കിയിട്ട് വേണം കെട്ട് ഇടാനായിട്ട്. അപ്പോൾ ഒരു വിരൽ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ കെട്ടിടുവാണെങ്കിൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്ക് ഈ ഒരു രീതിയിലാണ് ബുക്ക് ഉണ്ടാക്കി തന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ട്സിലൊക്കെ ബാക്കി ഒരുപാട് പേജസ് ബാക്കി വരുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ബുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അതൊരു റഫായിട്ടോ അല്ലെങ്കിൽ വേറൊരു ബുക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. കാരണം ആ ഒരു കവർ പേജ് കുറച്ചധികം 2 സൈഡിലും അധികം കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോർമൽ സൈസിലോട്ട് മാറ്റണം. അതായത് നമ്മളെ പേജ് എത്രയാണോ സൈസ് ഇരിക്കുന്നത് ആ ഒരു സൈസിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെ നമ്മളെ പേജൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളില്ലേ, അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ കട്ട് ചെയ്ത് കളയണ്ട, നമുക്കതൊന്ന് എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതായത് ഈ വീഡിയോ കാണിക്കുന്ന വിധം ചെയ്ത് കൊടുത്താൽ മതി. ഒരു പേജ് നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിന് കണക്കായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കവർ പേജ് 4 അറ്റത്തുനിന്നും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലൂ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കാനും ഗ്ലൂ എടുക്കുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് അതൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പിന്ന് യൂസ് ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്തിട്ട് അവിടെ ഒട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിൻ ചെയ്യാം. അപ്പം ഞാൻ അതൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇത് ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ ഷീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആയിട്ടും ഒട്ടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ ഷീറ്റ് എടുക്കാം. അപ്പോൾ സ്റ്റിക്കർ ഷീറ്റ് ഇതാണ് നമ്മുടെ സ്റ്റിക്കർ ഷീറ്റ് വരുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമ്മൾ നോട്ട്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ്. സ്കൂളിൽ നിന്ന് നോട്ട്സൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിക്കർ ഷീറ്റാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിനകത്തുണ്ടായിരുന്നൊരു സ്റ്റിക്കർ ഷീറ്റാണിത്. അപ്പോൾ ഇത് നേരെ ഈ ഒരു ബുക്കിന് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു
ഒരു സൈഡിലുള്ള പേപ്പർ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് കിട്ടും. അതൊരു സ്റ്റിക്കറാണ്, സ്റ്റിക്കർ ഷീറ്റാണ്. ഇനി നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ ബുക്ക് അതിൻ്റെ മുകളിൽ വച്ചു കൊടുക്കണം. എവിടെയെങ്കിലും വച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് അവിടെ വച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും. അതുപോലെ തന്നെ മറ്റേ സൈഡും നോക്കുക. ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ ചിലപ്പം ചുളിവൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിമൂവ് ചെയ്ത് ഒട്ടിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രക്കും സ്റ്റിക്കിയാണ് ആ ഒരു പേപ്പർ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വട്ടം ചുറ്റി കളിക്കുന്നത്. ആ ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കാം. അപ്പം അങ്ങനെ നമ്മൾ 2 സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി അധികം വരുന്നതൊക്കെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളോട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗവും കൂടെ അതിൻ്റെ അടിയിലായിട്ട് നിന്നോളും. അപ്പോൾ ശരിക്കും സ്റ്റിക്കി ആയിട്ട് കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ഭാഗം കൂടെ കവർ ചെയ്തിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്ലൂ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടാവും, അവർക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനിത് മുന്നേ ചെയ്ത് വന്ന ആ ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കൂടുതലായിട്ടും ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നതാണ് കണ്ടത്. ഈ ഒരു ഐഡിയ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് കുഞ്ഞിലേ കണ്ടത് കൊണ്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, നമ്മൾ അങ്ങനെ നോട്ട്സ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ മിനുക്കുപണികൾ കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് സെറ്റാക്കണമല്ലോ. ഇങ്ങനെ കാണുമ്പോൾ ഒരു ബ്ലാങ്ക് ആയി കിടക്കല്ലേ. അപ്പോൾ അതൊന്നുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കറൊക്കെ അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മുന്നേ നമ്മൾ മീഷോ വന്ന് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു സ്റ്റിക്കറാണ് ഞാനിവിടെ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നൂല് വെച്ച് കെട്ടിയതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്കർ എടുക്കാം, എന്നിട്ട് ആ ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിക്കർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 2-3 സ്റ്റിക്കർ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ 2-3 അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം. അപ്പോൾ അത് സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതൊരു ആൽഫബറ്റിക് പിക്ചർ ഡിക്ഷണറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ആ ബുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്ക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കവർ പേജ് സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ പേജ് ഞാൻ ഓൾറെഡി എല്ലാം ഉള്ളൊക്കെ കാണിച്ചു തന്നതാണ്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ മറ്റേ ബുക്ക് കൂടെ കാണിക്കാം. അപ്പോൾ ഇതേ കവർ പേജ് തന്നെയാണ് അതിനും സെറ്റ് ചെയ്തത്. പക്ഷേ അതൊരു ആൽഫബറ്റിക് പിക്ചർ ഡിക്ഷണറി ആയതുകൊണ്ട് അതിൻ്റെ തീമിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു ബുക്ക് ഞാൻ സെറ്റ് ചെയ്തത്. ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ്. ബാക്കിൽ ഒരു സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ട് ABCD കംപ്ലീറ്റ് ആയിട്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആൽഫബറ്റിക് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ബുക്കിൽ നിന്ന് റെഫർ ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചതും ഉണ്ട്, പിന്നെ കുറേ വരഞ്ഞതും ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേതായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസുകളൊക്കെ കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.